2025 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് മുൻ മാനദണ്ഡം തെറ്റിച്ച് 2022 ശ്രീകോവിലിന് ചോർച്ചയുണ്ടായപ്പോൾ നടപ്പാക്കിയ രീതി ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ പരിഗണിച്ചില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ താൽപര്യപ്രകാരം ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അഴിച്ചുകൊണ്ടുപോകാൻ അനുമതി നൽകിയെന്നാണ് ആരോപണം. ഈ സംഭവത്തെക്കുറിച്ചും SIT അന്വേഷിക്കും. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. 2019 ദേവസ്വം ബോർഡിന്റെ നടപടി മാത്രമല്ല 2025 ദേവസ്വം ബോർഡിന്റെ നടപടിയും ദുരൂഹമായി തുടരുകയാണ്. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ മങ്ങലുണ്ടായി. അത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത്. അതിനു മുമ്പ് 2022 ഇതിന് സമാനമായ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായ സമയത്ത് ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഇത്തരത്തിലുള്ള ഉപജാപക സംഘം മുന്നോട്ട് വെക്കുകയും അത് ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് അനന്തഗോപനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകേണ്ടതില്ല, പകരം അവിടെ വെച്ച് തന്നെ ചോർച്ച അടയ്ക്കുക എന്നുള്ളതാണ്. അന്നത്തെ ശില്പിയായിട്ടുള്ള അനന്തൻ ആചാര്യയെ ഇവിടെ കൊണ്ടുവന്ന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോർച്ച അടയ്ക്കുകയായിരുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടി ദേവസ്വം ബോർഡ് ചെയ്തു. ഇക്കാര്യം ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യം ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിൽ കൃത്യമായി ആ ദൃശ്യങ്ങളെല്ലാം, ഈ ചോർച്ച അടയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തു. 2025 ആ ഒരു രീതി അവലംബിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ പ്രസിഡന്റായിരുന്ന 2025 പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്തുകൊണ്ടോ ആ ഒരു മുൻകാലത്തെ രീതി അവലംബിച്ചില്ല. അതിൽ അദ്ദേഹം ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ, അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറെ പോലും അറിയിക്കാതെ രാത്രിക്ക് രാത്രി ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോകാനുള്ള അനുമതി നൽകുകയായിരുന്നു. പല ഉദ്യോഗസ്ഥർ, അവിടെ ഇല്ലാത്ത ഉദ്യോഗസ്ഥരുടെ പേരുകൾ പോലും എഴുതി ചേർത്തി എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതുതന്നെയായാലും ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത്? ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം 2022 രീതി അവലംബിച്ചില്ല? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് അദ്ദേഹം ദേവസ്വം ബെഞ്ചിനെ, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ ഈ പാളികൾ അഴിച്ചുകൊണ്ട് പോകുന്ന കാര്യം അറിയിച്ചില്ല? ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാത്തതിൽ ദുരൂഹത കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2019 കേസ് അന്വേഷണത്തിന് പിന്നാലെ 2025 ദേവസ്വം ബോർഡിൻ്റെ നടപടികളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.